മുഖ്യ അതിഥി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ്, നമ്മുടെ സലീഷ്യൻ സഭയുടെ റെക്ടർ മേജറിൻ്റെ പ്രതിനിധിയായിട്ടും ഈ നാളുകളിൽ ബാംഗ്ലൂർ പ്രോവിൻസിൽ റെക്ടർ മേജറിനെ പ്രതിനിധീകരിച്ച് എക്സ്ട്രാഓർഡിനറി വിസിറ്റേഷൻ നടത്തി വരികയും നമ്മുടെ സഭയുടെ ജനറൽ കൗൺസിൽ അംഗവുമായിരുന്ന റവറൻഡ് ഫാദർ ഫാബിയോ അറ്റാഡ്, മോൺസിഞ്ഞോർ ഫാദർ ഷൈജു, അവർ MP ഹൈബി ഈഡൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹഭവൻ്റെ നിലവിലെ റെക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ PD തോമസ്, ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട ഡോൺ ബോസ്കോയുടെ സുഹൃത്തുക്കളെ, പൂർവ്വ മക്കളെ, നിലവിലുള്ള ഇവിടുത്തെ സെൻറ്ററുകളിലുള്ള പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ഡോൺ ബോസ്കോ സ്നേഹഭവൻ്റെ 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സംസാരിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തിലാണ്. കാരണം ഈ ഭവനം ഈ നാടിൻ്റെ ഭവനമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞതാണ്, അവരുടെയൊക്കെ ഹൃദയം, അവരുടെയൊക്കെ സമയം, അവരുടെയൊക്കെ കഴിവുകൾ ഈ ഭവനത്തിൽ വന്ന് ചെലവഴിക്കുന്നതിലും അങ്ങനെ പാവപ്പെട്ടവരുടെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ കാണുവാനായിട്ടും അവരെ സഹായിക്കുവാനായിട്ടുള്ളൊരു നല്ല ഹൃദയമുള്ളൊരു നല്ല നാടാണ് ഈ കൊച്ചി നഗരം എന്നതാണ്. കൊച്ചി കോർപ്പറേഷനും ഡോൺ ബോസ്കോ സഭയും കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരുമിച്ച് ഈ ഭവനം നടത്തുകയാണ്. ലോകത്തെവിടെയെങ്കിലും ഇതുപോലെ ഒരു ഭവനം ഇന്ത്യയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കോർപ്പറേഷൻ ഒരു സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു സഭയുടെ ആയിട്ട് കൂട്ടായിട്ട് ആ സമൂഹത്തിലെ ഏറ്റവും അർഹിക്കുന്ന നിർധനരായ ആരുമില്ലാത്ത കുട്ടികൾക്ക് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ഭവനത്തിൽ കിട്ടുന്നതിൽ അധികമായിട്ട് എല്ലാവിധ സ്നേഹവും കരുതലും പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്ന ഇതുപോലെയൊരു സ്ഥാപനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ അവസരത്തിൽ വളരെയധികം സന്തോഷമുള്ളവരാണ് നാം. കാരണം 50 വർഷം സുദീർഘമായിട്ടുള്ള ഈ സേവനം നൽകുവാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു. ഈ സ്ഥാപനം ചെയ്യുന്ന നന്മയുടെയും അതുപോലെ തന്നെ ഈ സേവനത്തിൻ്റെ ഫലങ്ങളും നാം ഇവിടെ കാണിച്ച ആ ഡോക്യുമെൻ്ററിയിൽ പ്രത്യേകമായിട്ട് കാണുകയുമുണ്ടായി. അവിടെ സംസാരിച്ചത് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നവരാണ്. 1974, ദാറ്റ് ഈസ് ഇയർ, ആ വർഷമാണ് ഡോൺ ബോസ്കോ ഫാദർ വർഗീസ് മേനാച്ചേരിയിലൂടെ ഇവിടെ അവതരിച്ചത്. ഇറ്റ് വാസ് ആൻ ഇൻകാർണേഷൻ ഓഫ് ഡോൺ ബോസ്കോ. ഈച്ച് സലീഷൻ, ഞങ്ങളെല്ലാവരും, ഈച്ച് വൺ ഓഫ് എസ് സലീഷൻ ഈസ് ആൻ ഇൻകാർണേഷൻ ഓഫ് ഡോൺ ബോസ്കോ ഫോർ ദി യങ് പീപ്പിൾ ഹു ആർ ദ പൂറസ്റ്റ്. ഓരോ ഏറ്റവും പാവപ്പെട്ട ആരുമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അവതരിക്കുന്ന ഒരു പിതാവാണ് ഡോൺ ബോസ്കോയുടെ സഭയുടെ അച്ഛന്മാരും വൈദികരും അതുപോലെ തന്നെ മാതാവായിട്ട് സിസ്റ്റേഴ്സും മറ്റുമൊക്കെ. എവിടെയും നമുക്ക് അഭിമാനിക്കാം. ഇതിവിടെ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എക്സിബിഷൻ ഹാളിലേക്ക് കടന്നു 50 വർഷത്തെ ഇവിടുത്തെ ഓരോ അനുഭവങ്ങളും ഒപ്പിയെടുത്ത് അവിടെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മക്കൾ അവർ അന്നെവിടെയായിരുന്നു, ഇന്നെവിടെയാണ്. ഇവിടെ സന്ദർശിച്ച ഈ ലോകത്തിലുള്ള വിവിധ ബ്രിട്ടീഷ് പ്രിൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വിവിധ മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ റെക്ടർ മേജേഴ്സ് ഫാദർ വിഗനോ തൊട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഫാദർ വിഗനോ, ഫാദർ ഭാസ്കോ ചാവസ്, ഫാദർ അങ്കേൽ ഹു ഈസ് എ കാർഡിനൽ, ഓൾ ഓഫ് ദം ഹാവ് കം. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഇവിടെ നേരത്തെ ഫാദർ ഫാബിയ പറഞ്ഞതുപോലെ എവിടെയെല്ലാം ദാരിദ്ര്യമുണ്ടോ, എവിടെയെല്ലാം പാവപ്പെട്ടവരുണ്ടോ അവിടെ നാം ഉണ്ടായിരിക്കണം. ഡോൺ ബോസ്കോ അതിന് നമുക്കൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഇന്ന് ഈ വൈദികരിലൂടെ. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച 1ൽ നിന്നും 5 കേന്ദ്രങ്ങളായിട്ട് വളർന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൽ 2 കേന്ദ്രങ്ങൾ ഇപ്പോഴും കോർപ്പറേഷൻ്റെയാണ്, കൊച്ചിൻ കോർപ്പറേഷൻ്റെയാണ്. ആദ്യത്തെ ഭവനമായിരുന്ന സ്നേഹഭവൻ 1974 ആണ് അത് സ്ഥാപിച്ചത്. അതിനുശേഷം
86 ഡോൺ ബോസ്കോ 8 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ തന്നെ നമ്മൾ നടത്തി വരുന്നു. അതിനുശേഷം ഉണ്ടായതാണ് ഡോൺ ബോസ്കോ നിലയം, ഡോൺ ബോസ്കോ അനക്സ്, ഡോൺ ബോസ്കോ വാത്സല്യഭവൻ, ഡോൺ ബോസ്കോ വാത്സല്യഭവൻ അനക്സ്. അതിൻ്റെ ഡോൺ ബോസ്കോ സ്നേഹഭവനും ഡോൺ ബോസ്കോ സ്നേഹഭവൻ അനക്സും വാത്സല്യഭവനും കൊച്ചിൻ കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലാണ്, അതുപോലെ തന്നെ സ്വത്തിലാണ് ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. ബാക്കിയുള്ള കേന്ദ്രങ്ങളിൽ നിലയവും അതുപോലെ തന്നെ ഡോൺ ബോസ്കോ വാത്സല്യഭവൻ അനക്സും ഡോൺ ബോസ്കോയും സലീഷ്യൻ സഭയിലെ അച്ഛന്മാർ നടത്തി വരികയാണ്. ഇതിലൂടെ എത്രയധികം കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്, നൂറുകണക്കിന് കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ നമ്മൾ 2 പേരെ കാണുകയുണ്ടായി. അതിലൊരാൾ സെയിൻറ്റ് ജോൺ ഓഫ് ഗോഡിൽ ഒരു വൈദികനായി പ്രൊവിൻഷ്യലായി ഇന്ന് ജർമ്മനിയിലാണ് ജനറൽ കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിക്ചർ നമ്മൾ കാണുകയുണ്ടായി, ഫാദർ സജി. അതുപോലെ തന്നെ വേറെ ഞാനിവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു സ്നേഹഭവൻ അനക്സിൻ്റെ ഡയറക്ടറായിട്ട്. ആ വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ബാബു സാവിയോ. അവൻ PhD കഴിഞ്ഞിട്ട് ഞാനും അദ്ദേഹവും ഒരേ സമയത്താണ് PhD ചെയ്തത്. ഞാൻ സോഷ്യൽ വർക്ക് ചെയ്തു, അവൻ എഡ്യൂക്കേഷൻ ചെയ്തു. ഇന്ന് അവൻ പഠിപ്പിച്ചിരുന്ന കോളേജിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കാനഡയിലാണ്. 3 മക്കളുണ്ട്. അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഈ നാളുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു നാടിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, അതായത് ആ സമൂഹമൊട്ടാകെ ഈ ഡോൺ ബോസ്കോയെ സ്നേഹിക്കുന്നവരാണ്, ഈ സ്നേഹഭവനെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടിലുള്ള എല്ലാവരും. യാതൊരു സംശയം. ഇവിടുത്തെ കുട്ടികൾ ഓരോ ദിവസവും നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യവാന്മാരായിട്ട് ഏത് വീട്ടിലും കിട്ടാവുന്ന ഏറെയായിട്ട് സുഖസൗകര്യങ്ങളോടുകൂടി കഴിയുന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ നന്മ കൊണ്ടാണ്. അവർ വ്യക്തിപരമായിട്ട് ഇവിടെ വരികയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം അകപ്പഴിഞ്ഞ് നടക്കുകയും ചെയ്യും. നമ്മുടെ ഇവിടെയുള്ള ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി. ഇതുവരെയും ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഒരു കുട്ടിക്ക് അവൻ്റെ പുരോഗതിക്കായിട്ട് എന്താണോ ആവശ്യം, ഫീസായിരിക്കാം, അതിന് കൊടുക്കാനായിട്ട് എല്ലായ്പ്പോഴും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ കൊച്ചി നഗരസഭയ്ക്കും ഡോൺ ബോസ്കോയ്ക്കും അതുപോലെ തന്നെ ഇവിടെ ബഹുമാന MP ഇരിപ്പുണ്ട്. ഈ നാട്ടിൽ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഡോൺ ബോസ്കോ സ്നേഹഭവൻ. ഇതുപോലെയുള്ള സേവനങ്ങൾ ഓരോ നഗരത്തിലും ഉണ്ടാകണം, എങ്കിലേ നമ്മുടെ ഈ നാട് തന്നെ പുരോഗമിക്കുകയുള്ളൂ. കാരണം ഈ നാടിൻ്റെ ഡോൺ ബോസ്കോ പറയാറുണ്ടായിരുന്നു, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ഓരോ കുട്ടിയെയും നല്ലൊരു പൗരനാക്കുക, നല്ലൊരു വ്യക്തിയാക്കുക നാടിന് വേണ്ടി. അതാണ് ഡോൺ ബോസ്കോ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെയുള്ളവരൊക്കെ ധാരാളം സംസാരിച്ചു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ അകമൊഴിഞ്ഞ നന്ദി കൊച്ചി കോർപ്പറേഷന് ഞാൻ നേരുകയാണ്. ഇവിടെ മുൻ മേയർ സൗമിനിയുണ്ട്, ഇപ്പോഴത്തെ മേയർ ഇപ്പോൾ ഈജിപ്തിലാണെന്ന് പറയും. അദ്ദേഹം ഇവിടെ വന്ന് കുറേ ഇതിൻ്റെ ഇനോഗ്രേഷന്, ജൂബിലി ഇനോഗ്രേഷൻ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പങ്കെടുത്ത്, അതുപോലെ തന്നെ ഷീബയൊക്കെ ഉണ്ടായിരുന്നു, മറ്റ് കൗൺസിലേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിക്കുകയാണ്, അവരുടെ വീടിനെ പോലെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഭവനത്തെ, അല്ലേ? നിങ്ങൾക്കൊരു സെക്കൻഡ് വീടാണിത്, അത് യാതൊരു സംശയമില്ല. പാർട്ടി ഏതായാലും ഡോൺ ബോസ്കോ സ്നേഹഭവൻ ഒരു സെക്കൻഡ് വീടാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഡയസിസിനും ഇവിടുത്തെ മറ്റ് സന്യസ്തർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല ഒരു മാതൃക നൽകിക്കൊണ്ട് നമ്മുടെ ഈ നാടിനെയും നമ്മുടെ ഈ സംസ്ഥാനത്തെ നമ്മുടെ ഈ രാജ്യത്തെയും നല്ല സ്നേഹമുള്ള ഒരു ഭവനമായിട്ട് തീർക്കുവാനായിട്ട് സർവശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവസാനമായിട്ടൊരു വാക്ക് ഫാദർ PD തോമസ് അച്ഛനും അച്ഛൻ്റെ സഹപ്രവർത്തകർ, ഇവിടെയുള്ള അച്ഛന്മാരാണ് ഈ ജൂബിലി വർഷത്തിന് എല്ലാ പ്രിപ്പറേഷനും പ്ലാനിങ്ങും എല്ലാം നടത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട്. ഇത് ഈ ഒരു ഇന്നത്തെയും അതുപോലെ തന്നെ ഇനോഗ്രേഷൻ്റെയും വലിയൊരു ചടങ്ങ് മാത്രമല്ല, ഈ കുട്ടികളുടെയും അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചു പോകുന്നവരുടെയും തുടർന്നുള്ള വെൽബീയിങ്ങിന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകാൻ വേണ്ടി, ഒരു സ്വസ്ഥമായ ജീവൻ നൽകാൻ വേണ്ടി അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് കമ്മിങ് ഇയേഴ്സ്. അതെന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്ന PD തോമസ് ഇവിടെ അവതരിപ്പിക്കും. കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നതാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MLA മാക്സിയും പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്നേഹഭവൻ്റെ ഒരു സ്ഥലമായിട്ട് സ്നേഹഭവനെ മാറ്റുമെന്നാണ്. ഈ പ്രദേശം വളരെ ഭംഗിയുള്ളതാണ്, ആർക്കും സംശയമില്ല. ഈ കായലും അതുപോലെ തന്നെ കായൽ തീരവും മറ്റുമൊക്കെ കോർപ്പറേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP ഒക്കെ നിശ്ചയിക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സുന്ദരമായ ഒരു കേന്ദ്രമായിട്ട് മാറ്റുവാൻ സാധിക്കും.